നമ്മളമ്മമാർ എന്തുണ്ടാക്കിയാലും അതിൻ്റെ പിന്നിൽ ഒരു കഥ കാണുമല്ലേ? അങ്ങനെ ഒരു കഥയാണ് ഇന്ന്. ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം എൻ്റെ മോൻ സ്കൂൾ വിട്ട് വന്നിട്ട് പറയാം, മമ്മി എനിക്ക് ബോറടിച്ചിട്ട് വയ്യാന്ന്. അവന് എന്നുള്ളതാണ് ഈ ഒരു ബോറടി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ പോയി കളിക്കുക, അപ്പം നിൻ്റെ ബോറടി മാറും. അപ്പോൾ അവൻ പറയുക, കളിക്കുമ്പോഴും ബോറടിക്കുകയാണെന്ന്. അങ്ങനെ ഒരു പ്രത്യേക തരം ബോറടിയാണ് അവൻ്റെ. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ബോറടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? TV കാണുക, അല്ലെങ്കിൽ ഫോൺ കാണുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എങ്കിലും കാണാം. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വല്ലാത്തൊരു ബോറടിയാണ് ഇത്. കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ ഈ ബോറടി പാട്ട് പാടുന്നത് കൊണ്ട് എനിക്ക് കാര്യം പിടികിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്ത് പറഞ്ഞിട്ടാണ് അവൻ്റെ ഈ ശ്രദ്ധ ഒന്ന് മാറ്റാന്ന്. അങ്ങനെ ഞാൻ ആലോചിച്ച് ഒരു ഐഡിയ കണ്ടുപിടിച്ചു. മൺഡേ സ്കൂളിൽ പോകുമ്പോൾ ഒരു ഇമോജി ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് മിസ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ അതന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന്. ഞാനങ്ങനെ അവനോട് പറഞ്ഞു, നമുക്കെന്നാൽ ഇമോജി ഉണ്ടാക്കിയാലോ? അപ്പോൾ അവൻ, ഓ സൂപ്പർ ഐഡിയ, അടിപൊളി മമ്മി, നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാമെന്നായി അവൻ. പക്ഷേ ആ ഇമോജി ഉണ്ടാക്കേണ്ട മൂഡ് എനിക്കപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവന് നല്ല മൂഡുണ്ടായിരുന്നു. അവൻ എന്നെയും വലിച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളൊരു ഇമോജി അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. പിന്നെ അതിലായിരുന്നു അവൻ്റെ കളി. പിന്നെ സാറ്റർഡേ സൺഡേയും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചതേ ഇല്ല. കാരണം നമ്മൾ മുൻപ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ സാധനം. അങ്ങനെ സൺഡേ വൈകുന്നേരം ഒരു 8-8:30 ആയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നീ ആ ഇമോജി ബാഗിൽ എടുത്ത് വെച്ചോന്ന്. അപ്പോൾ അവൻ പറയാ, ഇല്ല മമ്മി, ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, മമ്മി എടുത്ത് വെച്ചില്ലേന്ന്. അപ്പം എനിക്ക് കാര്യം പിടികിട്ടി. കുറേ തിരഞ്ഞെങ്കിലും സാധനം കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പുതിയതുണ്ടാക്കണം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വീണ്ടും ഇമോജി ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറേ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാലും പക്ഷെ ഉണ്ടാക്കിയല്ലേ പറ്റൂ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളൊരു ഇമോജിനെ ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. ആദ്യം ഉണ്ടാക്കിയ ഇമോജിയുടെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഞാൻ ഫോൺ എടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ശ്രദ്ധ ഫോണിലായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് രണ്ടാമത്തെ ഇമോജി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉണ്ടാക്കല്ലേ, കുറച്ച് ആർഭാടത്തോടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചത്. നേരില്ലാത്ത നേരത്തുണ്ടാക്കുന്ന ഈ ഇമോജിക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ പേപ്പർ വെഡ്ഡിങ് കാർഡിൻ്റെ ഫ്രണ്ടിലാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴല്ലേ മനസ്സിലായത് ആ ലെറ്റേഴ്സ് എല്ലാം പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. അതൊരു വൃത്തികേടായി തോന്നിയപ്പോൾ ഞാനതിനെ പറിച്ചെടുത്ത് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു. അപ്പോൾ എന്തായി, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുളിവുകളും മടക്കുകളും എല്ലാം വന്നു. അങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒരു ഇമോജി സെറ്റാക്കിയെടുത്തു. അവനും ഹാപ്പി, ഞാനും ഹാപ്പി.